ചില സമയത്ത് പിള്ളേർ ചേച്ചി 1 ടൈം യൂസ് അല്ലേ, ഞാൻ പറഞ്ഞു ഈ ഒരു ലൈഫിൽ ഈ ഒരു വെഡ്ഡിങ് ഈ ഒരു പ്രാവശ്യം നമുക്കുള്ളൂ. മാരേജിൻ്റെ കാര്യം പറയുമ്പോഴും ഇപ്പോൾ പല ആൾക്കാരും രണ്ട് രീതിയിൽ പറയുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് ക്യാഷ് മുടക്കി മാരേജ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഒരുപാട് അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യണോ? ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഇപ്പോൾ ഒരു കസ്റ്റമർ എൻ്റെ അടുത്ത് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ഞാൻ ഇവരുടെ അടുത്ത് സംസാരിച്ചവർക്ക് ഇഷ്ടമുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ആസ്ക് ഫോർ ദ ബഡ്ജറ്റ്. എങ്ങനെയാണ് നിങ്ങളിത് പ്ലാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതിന് അക്കോർഡിംഗ് വെച്ചിട്ടാണ് നമ്മളിത് ഡിസൈഡ് ചെയ്ത് പോകാറ്. പക്ഷേ യെസ് ഓഫ് കോഴ്സ് ചിലർ അയ്യോ അങ്ങനെ വേണ്ട ഇങ്ങനെ വേണ്ട, അപ്പോൾ നമ്മൾ പറയുമ്പോൾ ഇതാണ് നല്ലത്, റേറ്റ്സ് വരും അതിന് എന്ന് പറയുമ്പോൾ ചില സമയത്ത് പിള്ളേർ ചേച്ചി 1 ടൈം യൂസ് അല്ലേ, ഞാൻ പറഞ്ഞു ഈ ഒരു ലൈഫിൽ ഈ ഒരു വെഡ്ഡിങ് ഈ ഒരു പ്രാവശ്യം നമുക്കുള്ളൂ. അപ്പോൾ അത് എപ്പോഴും ബെസ്റ്റ് ആക്കാൻ നമ്മൾ ശ്രമിക്കും. അത് ഞാൻ പറയാം എത്ര റേഞ്ചിലേക്കും പോകാം, എത്ര ഒതുങ്ങിയും നമുക്ക് ചെയ്യാം. അത് ആ പെർസ്പെക്റ്റീവ് നമ്മൾ എത്ര ഭംഗിയാക്കി അവർക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ് മെയിൻ സംഭവം ഇതിനകത്ത് വരുന്നത്. ലൈഫിലെ ഒരു പ്രാവശ്യം വരുന്ന ചാൻസസ് ഏറ്റവും മനോഹരമായിട്ട് ഓർമ്മയിൽ എന്നും സൂക്ഷിക്കാൻ വെക്കണം എന്നുള്ളതാണ് പ്രിഫറബിളി ഞാൻ പറയാറുള്ള ഒരു കാര്യം.